ആ കാശ് നമ്മൾ കൂണ് തപ്പി ഇറങ്ങിയതാണ്. അതെ അതെ അടുത്ത് രണ്ട് കൂൺ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി കിട്ടുമോ നോക്കാം, എന്നിട്ട് അത് കറി വയ്ക്കാം. ആ അപ്പോൾ നമുക്ക് മണ്ടേന്ന് വേറെ കൂണൊന്നും കിട്ടിയില്ല, ആകെ 2 കൂണാണ് കിട്ടിയുള്ളൂ. നമുക്കിനി ഇത് പയ്യെ കറി വയ്ക്കാൻ എടുക്കാം. ഒരു കൂണെടുത്ത് നമ്മൾ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ 2 കൂൺ അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു ചട്ടിയിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് കടുകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ അന്നേരത്തേനും കൂണ് മഞ്ഞളൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഉള്ളി, പിന്നെ ഉള്ളി, പച്ചമുളക്, പിന്നെ തേങ്ങയാണ് നമ്മൾ അതിനകത്ത് ചേർക്കാൻ പോകുന്നത്. വേറെ ഇതിലേക്ക് നമുക്ക് കൂണും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കുക. അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് നോക്കി തേങ്ങ ഇട്ട് കൊടുക്കുക. നമ്മളത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിച്ചട്ടോ. അപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ നിറം പോലെ ആയി. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഏകദേശം കറി ആയിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് കൂടെ വയ്ക്കുക. അങ്ങനെ നമ്മുടെ കൂണ് റെഡി ആയിട്ടുണ്ട്.